നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് സെക്കൻഡ് എന്ത് നടക്കുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. സത്യമായിട്ടും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി ഈ ഡോർ തുറക്കുമ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീക്ക് ഫുള്ള് ഹോസ്പിറ്റൽ കേസായിട്ട് നടക്കേണ്ടി വരും എന്നുള്ളത്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവുക കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ട് ഡോർ തുറന്ന് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴയുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം ടൈം അവിടെ നിൽക്കാറുണ്ട്. നമ്മൾ രാവിലെ കുക്കറിലാട്ടോ ചോറിടുന്നത്, രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. തലേദിവസത്തെ ചിക്കൻ കറി വെച്ചതിൻ്റെ ചട്ടിയാട്ടോ, ചട്ടിയല്ല ഉരുളിയാണ് ആ കിടക്കുന്നത്, അത് കഴുകാനുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന സാധനം നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ കൂടെയുള്ള റിമോട്ടാണ്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് നമുക്ക് വീഡിയോസ് പോസ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഈ ഒരു കൈക്കില തുണിയാട്ടോ യൂസ് ചെയ്യുന്നത്, കോട്ടൻ്റെ. നമ്മൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് ക്യാഷ് കളയാറില്ല. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. സത്യമായിട്ടും ഞാൻ കുറച്ചധികം നാളായി, ഒരാഴ്ചയായി ഒരു വീഡിയോ എടുത്ത് വച്ചേക്കുന്നു. വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും എന്താണ് പറയണ്ടേ എന്നുള്ളത്. ലിറ്ററലി ഞാനിപ്പോൾ അതൊക്കെ മറന്നുപോയി. കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഹോസ്പിറ്റൽ കേസായിരുന്നേ. അതുപോലെ തന്നെ ഞാൻ ഓരോ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി എടുക്കുകയാണ്. ഈ ഒരു ഉരുളി മാത്രമല്ല, കുറച്ചധികം പാത്രങ്ങളോട് കഴുകാനുണ്ട്. ഓരോന്ന് കഴുകി മാറ്റിയിട്ട് വേണം ഹസ്ബൻഡിനെ പറഞ്ഞു വിടാനുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ചോറ് അവിടെ ഇരുന്ന് ആകുന്നുണ്ട്, അതുപോലെ തന്നെ കറിക്കുള്ള കാര്യങ്ങളും നോക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും സ്ലാബ് കുറച്ച് ക്ലീൻ ആയിട്ട് കിടക്കണം. ഇതുപോലെ ഞാൻ എപ്പോഴും ഈ ഒരു സ്ലാബ് ക്ലീൻ ആക്കിയിടാൻ മാക്സിമം നോക്കാറുണ്ട്. തലേ ദിവസം കറിക്ക് വേണ്ടിയിട്ടുള്ള മുതിര ഓൾറെഡി പുഴുങ്ങി വച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ മുതിര റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് സവാളയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ച് അത് മൂപ്പിച്ചെടുത്ത് ഇതിങ്ങനെ കാച്ചെടുക്കാട്ടാ ചെയ്യുന്നത്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. മുതിര മാത്രമല്ല, പയറൊക്കെ നമ്മൾ തന്നെയാട്ടാ ചെയ്യാറ്. കുറച്ചധികം മുതിര വെക്കണം വേണ്ടി പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോറ്റുപാത്രത്തിൽ മുതിരയും അതുപോലെ തന്നെ മുതിരയ്ക്ക് വേണ്ടി എടുത്ത തേങ്ങയും കൂടി കൂട്ടി ഒരു ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവിടെ പതിപോലെ തന്നെ ചോറ് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല അധികം. പിന്നെ ദേ വാവേനെ കുളിപ്പിക്കാൻ നോക്കാണ്. ആദ്യമൊക്കെ നമ്മൾ നാൽപ്പാമരാതിയാണ് തേച്ചുകൊണ്ടിരുന്നത് ബോഡിയിൽ. ഇപ്പോൾ നാൽപ്പാമരാതി ഇടയ്ക്ക് തേക്കും, പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണയും തേക്കും കേട്ടോ. ഇന്ന് നമ്മൾ സാധാ വെളിച്ചെണ്ണയാണ് തേച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞിനാണെങ്കിലും ആദ്യം കുറച്ച് മടി ഉണ്ടായിരുന്നു കുളിക്കാൻ തുടക്കത്തിൽ. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കണ കാര്യം. എണ്ണ തേക്കണ കാര്യം ചെറിയൊരു മടുപ്പുണ്ട്. പിന്നെ അതിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾ തന്നെ ബാത്റൂമിലേക്ക് കയറിക്കോളൂ കേട്ടോ. പിന്നെ ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയേക്കോടെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒഴിക്കണം. ആ 3 ആൾക്കറിയാം വെള്ളം വരും എന്നുള്ളത്. തോർത്തി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തോർത്തുമുണ്ടൊക്കെ ചുറ്റി കഴിഞ്ഞ് ഇതുവരെ കാര്യങ്ങൾ ഓക്കെയാണ്, വളരെ കറക്റ്റായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞോടുകൂടി നമുക്കൊരു കോൾ വന്നു, അമ്മ വീണിട്ടുണ്ട്, കാലിന് വയ്യാന്നുള്ളത്. നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. ആളുടെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട തെന്നി മാറിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ പനിക്കാൻ വേണ്ടി തുടങ്ങി. പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ടുപൊള്ളണ പനിയായിരുന്നു. നമ്മൾ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടോ. വൈകുന്നേരം പോയി, വെളുപ്പിനെ പോയി. അപ്പോഴൊക്കെ വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ട് പയ്യെ മേത്തിങ്ങനെ പൊന്തി തുടങ്ങി. നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം ആയിരുന്നു തക്കാളിപ്പനിയാണെന്നുള്ളത്. ഇതിപ്പോൾ കറണ്ട് സിറ്റുവേഷനാണ് ഇതിങ്ങനെയുള്ളത്. ആ ഒരു പൊന്തി വന്ന പാടൊക്കെ ഇങ്ങനെ പൊറ്റ പോലെ വന്നിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആളുടെ വായയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24 hours ആൾക്ക് സക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇളനീർ വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.